നമസ്കാരം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് മെമ്മറി ഉപകരണങ്ങൾ പഠിക്കാം. അതിനുശേഷം നമ്മളിന്ന് ഹിസ്റ്ററിയുടെ ടോപ്പിക്കൊക്കെ പഠിക്കുന്നുണ്ട്. ക്ലാസ്സും മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എക്സാമിനും നോട്ട്സിനും വേണ്ടി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കാണും. ജോയിൻ ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകൾ പഠിച്ചപ്പോൾ അതിൽ ഇൻപുട്ട് ഉപകരണങ്ങളും ഔട്ട്പുട്ട് ഉപകരണങ്ങളും പഠിച്ചു. ഇന്നിനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെമ്മറി ഉപകരണങ്ങളാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്: ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU. അപ്പോൾ ഈ CPU ഒക്കെ നമുക്ക് മെമ്മറി ഉപകരണങ്ങളുടെ ഭാഗമായിട്ട് പറയാനായിട്ടും കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലേക്ക് എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. അപ്പോൾ ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ നമ്മൾ ഇൻപുട്ട് വഴിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കുറേ വിവരങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് മെമ്മറി ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിത ക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് CPU. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU. എന്താണ് CPUവിൻ്റെ ഫുൾ ഫോം? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ CPUവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു കമ്പ്യൂട്ടറിൽ നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു, ഗണിത ക്രിയകൾ ചെയ്യുന്നു, വിവരങ്ങൾ ക്രോഡീകരിക്കുന്നു, ക്രമീകരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU ആണ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കവുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറാണ് നമ്മുടെ മസ്തിഷ്കമാണ് നമുക്കിതിനെല്ലാം സഹായിക്കുന്നതല്ലേ, നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും ഗണിത ക്രിയകൾ ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റാണ് CPU എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഭാഗമാണ് CPU. നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പഠിച്ചു. ഈ ഇൻപുട്ട് വഴി കൊടുക്കുന്ന വിവരങ്ങളിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഭാഗമാണ് CPU എന്ന് പറയുന്നത്. CPUവിലെ 3 പ്രധാന ഭാഗങ്ങളാണ്. ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് ALU എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ CPUവിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. CU, കൺട്രോൾ യൂണിറ്റ്. MU, മെമ്മറി യൂണിറ്റ്. ഇതെന്തൊക്കെയാണെന്നും അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കുക. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് ഓരോ ഭാഗത്തിൻ്റെയും ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് ALU എന്ന് പറയുന്നത്. ഗണിതക്രിയകൾ നടത്തുന്നത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. എന്തൊക്കെയാണ് CPUവിൻ്റെ ഫംഗ്ഷൻ? നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിതക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഇതിൽ ഓരോ ഫംഗ്ഷനും ചെയ്യുന്നത് ഓരോരോ ഭാഗങ്ങളാണ്. ALUവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് ALU എന്ന് പറയുന്നത്. കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് ALU എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന ഭാഗമാണ് ALU. അതുപോലെ കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. ഇനി നമുക്ക് മെമ്മറി യൂണിറ്റ് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെമ്മറി ഡിവൈസുകൾ എന്ന് ഹെഡിങ് കൊടുത്തത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഹാർഡ്വെയറുകളെ ഇൻപുട്ട് എന്നും ഔട്ട്പുട്ട് ഉപകരണങ്ങളെന്നും അതുപോലെ CPU എന്നും തരംതിരിക്കാനായിട്ട് പറ്റും അല്ലേ? എന്തായിരുന്നു ഹാർഡ്വെയർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിൽ കാണാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്ന ഭാഗങ്ങളെ ഹാർഡ്വെയർ എന്ന് പഠിച്ചു. ഇൻപുട്ട് ഉപകരണങ്ങൾ എന്തായിരുന്നു? കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ, നമുക്ക് പുറത്തേക്ക് വിവരങ്ങൾ തരുന്നത് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കുന്ന ഒരു ഉപകരണമുണ്ട്, അതാണ് CPU. CPUവിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. കണക്കുകൂട്ടലുകൾക്കും ഗണിതക്രിയകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഭാഗമാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. ഇനി ഒരു യൂണിറ്റും കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, കുറച്ച് കാര്യങ്ങളും കൂടെ.
കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ സർക്യൂട്ടുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്, അതിനെയാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സിസ്റ്റം ബോർഡാണ് ഈ മദർ ബോർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. കമ്പ്യൂട്ടറിൻ്റെ സർക്യൂട്ടുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ CPU പോലെ കേട്ടിട്ടുള്ള ഒന്നാണ് UPS എന്ന് പറയുന്നത്. ഈ UPSൻ്റെ ഫംഗ്ഷൻ എന്താണ്? കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് UPS. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് UPS എന്ന് പറയുന്നത്. UPSൻ്റെ പൂർണ്ണനാമം അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നതാണ് UPSൻ്റെ പൂർണ്ണനാമം അല്ലെങ്കിൽ പൂർണ്ണ രൂപം. ഫുൾ ഫോം പഠിക്കുക. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരുന്നു. UPSൻ്റെ പൂർണ്ണ രൂപം അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? മെമ്മറിയിലേക്ക് പോവാം. കമ്പ്യൂട്ടർ മെമ്മറിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ പ്രധാന 2 തരംതിരിവുകളാണ്. ഒന്ന് പ്രൈമറി മെമ്മറിയും 2 സെക്കൻഡറി മെമ്മറിയും. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രൈമറി മെമ്മറിയുമുണ്ട്, സെക്കൻഡറി മെമ്മറിയുമുണ്ട്. ഇതിൽ മെയിൻ മെമ്മറി ഏതാണ്? പ്രൈമറി മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പ്രൈമറി മെമ്മറിയെ എന്തായിട്ട് തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. കമ്പ്യൂട്ടർ മെമ്മറിയെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അതിൽ പ്രൈമറി മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത്. ഈ മെയിൻ മെമ്മറിയായ പ്രൈമറി മെമ്മറിയെ വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു. റാം ആൻഡ് റോം. റാം എന്ന് പറയുമ്പോൾ RAM, റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേതാണ് റോം, റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. റാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി ഫുൾ ഫോം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. താൽക്കാലികമായ മെമ്മറിയാണിത്. റാം എന്ന് പറയുമ്പോൾ എന്താണ്? താൽക്കാലികമായിട്ടുള്ള മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. റാം മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത ആ വിവരങ്ങൾ എന്ത് ചെയ്യും? നഷ്ടമാകും. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയം മാത്രം ലഭിക്കുന്ന മെമ്മറിയാണ് റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. റാമിനുള്ളിൽ ഡേറ്റ എവിടെ നിന്ന് വേണമെങ്കിലും ശേഖരിക്കുവാനും തിരിച്ചെടുക്കുവാനും സാധിക്കും. പക്ഷേ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണ്. ഇതിനെയാണ് നമ്മൾ വോളട്ടൈൽ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ വിവരങ്ങൾ നഷ്ടമാകുന്നെങ്കിൽ അതിനെ വോളട്ടൈൽ എന്ന് പറയും. വിവരങ്ങൾ നഷ്ടമാകുന്നില്ല എങ്കിൽ അതിനെ എന്തെന്ന് പറയും? നോൺ വോളട്ടൈൽ എന്ന് പറയും. അപ്പോൾ റാം എന്ന് പറയുന്നത് എന്താണ്? ഒരു വോളട്ടൈൽ മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് അറിയപ്പെടുന്നു. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നതും റാമാണ്, റാൻഡം ആക്സസ് മെമ്മറി. ഇനി എന്താണ് റോം എന്ന് നോക്കാം. റീഡ് ഓൺലി മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി. സ്ഥിരവും മാറ്റം വരുത്തുവാൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. സ്ഥിരമായ മെമ്മറിയാണ്, മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ താൽക്കാലികമായ മെമ്മറിയായിരുന്നു റാം എന്ന് പറയുന്നത്. റോം എന്താണ്? സ്ഥിരവും മാറ്റവും വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറി. ഇവിടെ എന്ത് ചെയ്യത്തില്ല? കമ്പ്യൂട്ടർ ഓഫ് ചെയ്താൽ പോലും ഇൻഫർമേഷൻ നഷ്ടമാകത്തില്ല. എന്താണ്? വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താൽ ഇൻഫർമേഷൻ നഷ്ടമാകത്തില്ല എങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? നോൺ വോളട്ടൈൽ മെമ്മറി. നോൺ വോളട്ടൈൽ മെമ്മറി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള റോമുകളുണ്ട്. പി റോം എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. റോം നമുക്കറിയാമല്ലോ, റീഡ് ഓൺലി മെമ്മറിയാണെന്ന്. അപ്പോൾ പി റോം ചോദിക്കുകയാണെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പി റോം, EPROM, MROM ഇതൊക്കെ എന്താണ്? വിവിധ തരം റോമുകളാണ് എന്നും കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ പ്രൈമറി മെമ്മറിയാണ് പഠിക്കുന്നത്. സെക്കൻഡറി മെമ്മറി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എക്സ്റ്റേണൽ മെമ്മറി ആയിട്ടുള്ള സെക്കൻഡറി മെമ്മറി നമ്മൾ പുറമേ, ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കാര്യമാണ് റാമും റോമും പഠിച്ചത്. ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറി ആയിട്ട് എക്സ്റ്റേണലായിട്ട് കുറച്ച് മെമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെമ്മറി ഉപകരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.
ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ എവിടേക്ക് പോവുകയാണ്? നമ്മൾ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തേക്ക് പോവുകയാണ്. യൂറോപ്യന്മാരുടെ വരവ്. ഹിസ്റ്ററിയിലെ, നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ ആദ്യത്തെ ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവും ആഗമനവും അല്ലേ? കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാർ വന്നത്, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലേക്ക് വന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ആധുനിക ഇന്ത്യ ചരിത്രത്തിൻ്റെ തുടക്കം എന്ന് തന്നെ നമുക്ക് ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചിട്ട് പറയാനായിട്ട് കഴിയും. യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അറബികളാണ്. ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണ്? അറബികളാണ്. നമ്മൾ യൂറോപ്യന്മാരുടെ വരവാണ് പഠിക്കുന്നത്. ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണ്? അറബികളാണ്. ഇത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് പഠിക്കുന്നത്. നമ്മൾ ഈ ഓരോ ആൾക്കാരെയും കുറിച്ച്, ഓരോരോ യൂറോപ്യന്മാരെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരികയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അറബികളാണ്. യൂറോപ്യന്മാരെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് പോർച്ചുഗീസുകാരാണ് എന്ന് അറിഞ്ഞിരിക്കുക. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിനുള്ള കാരണം, അപ്പോൾ ഇവരുടെ വ്യാപാരങ്ങളും യാത്രകളും ഒക്കെ നടക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയിട്ടായിരുന്നു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുന്നതിന് യൂറോപ്യന്മാർക്കൊരു കടൽ മാർഗം, ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോഴത്തേനും അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ഒരു കടൽ മാർഗം, യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് ഒരു കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തുന്ന ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമയാണ് ആദ്യമായിട്ട് എത്തിയത്. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയത് ആരാണെന്നറിയാമോ? ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരാണ് ആദ്യം വന്നത്? നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് രണ്ടാമത് എത്തുന്നത്. ബ്രിട്ടീഷുകാരാണ് മൂന്നാമത് എത്തുന്നത്. ഫ്രഞ്ചുകാരാണ് നാലാമത് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്രമം പരീക്ഷയിൽ ചോദിക്കും. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിന് കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് കളയും. പക്ഷേ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഇൻട്രഡക്ഷനായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ ഓരോ യൂറോപ്യന്മാരെയും കുറിച്ച് പറയണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ വന്നു. ആരൊക്കെയാണ് വന്നേ? പോർച്ചുഗീസുകാർ ആദ്യം വന്നു, ഡച്ചുകാർ രണ്ടാമത് വന്നു, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ആദ്യം വന്ന പോർച്ചുഗീസുകാരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഏത് നൂറ്റാണ്ടിലാണ് അവർ കേരള തീരത്ത് വ്യാപാരത്തിനെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ഇനി നമുക്ക് കുറച്ച് മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫാക്റ്റുകളും നോക്കാം. ഒന്നാമതായിട്ട്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്ന് പറയുന്ന പദത്തിൻ്റെ അടിവരയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വിപരീതം കണ്ടെത്താനാണ് പറഞ്ഞത്. ഒരു സെൻറ്റൻസ് ആയിട്ട് തന്നിട്ടാണ് ഇത്തവണ ചോദിച്ചിരിക്കുന്നത്. സ്വാധീനത്തിൻ്റെ വിപരീത പദം ഏതാണ്? പരാധീനം. സ്വാധീനം, പരാധീനമാണ് വിപരീത പദം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചുകൊള്ളുക. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? മേദിനിക്ക് സമാനമായ പദം ഏതാണ്? ഭൂമി. മേദിനി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയാണ്. ഇനി ഒറ്റപ്പദം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ്, കൺഫ്യൂസിങ് ഫാക്റ്റാണ്. ഇത് ബുക്കിൽ എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരച്ച് തന്നെ എഴുതിയെടുത്തുകൊള്ളുക. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തെറ്റിക്കാനായിട്ട് പോകത്തില്ല.
അയക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അയക്കുന്നയാൾ ഒരു കത്തൊക്കെ അയക്കുന്നയാളെയാണ് പ്രേഷകൻ എന്ന് പറയുന്നത്. ഒരു കായേ ഉള്ളൂ, നോക്കിക്കേ, പ്രേഷകൻ, ഒരു കായേ ഉള്ളൂ, അല്ല ഒരു ഷായേ ഉള്ളൂ, ഇക്ഷ ഇല്ല, ഒരു വെറും ഷായാണ് എഴുതിയിരിക്കുന്നത്. പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഷായേ ഉള്ളൂ, പ്രേഷകൻ, ഇക്ഷായുടെ ആവശ്യമില്ല. അയക്കുന്നയാളെയാണ് പ്രേഷകൻ എന്ന് പറയുന്നത്. എന്നാൽ ഇനി ആർക്കാണോ അയച്ചത്, അയക്കപ്പെട്ടവനെയാണ് പ്രേഷിതൻ, തായാണ് പ്രേഷിതൻ. കാണുന്നയാൾ, അതെല്ലാവർക്കും അറിയായിരിക്കും, പ്രേക്ഷകൻ അല്ലേ, ഒരു കാണുന്നയാളെയാണ് നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പ്രേക്ഷകൻ എന്ന് പറയും, പ്രേക്ഷകൻ. കാണപ്പെട്ടവനെ എന്താണ് പറയുന്നത്, പ്രേക്ഷിതൻ, ഇക്ഷ. കാണുന്ന വരുമ്പോൾ അവിടെ ഇക്ഷയുണ്ട്, അയക്കുന്ന വരുമ്പോൾ അവിടെ വെറും ഷായേ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾ തെറ്റിക്കത്തില്ല എന്ന് ഉറപ്പ് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഈ പ്രേക്ഷകൻ പ്രേഷിതനൊക്കെ മാറിപ്പോകുന്നതാണ്. അയക്കുന്നയാൾ പ്രേഷകൻ, അയക്കപ്പെട്ടവൻ പ്രേഷിതൻ, കാണുന്നയാൾ പ്രേക്ഷകൻ, കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ തന്നെ ബുക്കിനകത്തൊരു 4-5 വട്ടം എഴുതി പഠിച്ചുകൊള്ളുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കണ്ടല്ലോ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കിക്കേ. കുറേ കാര്യങ്ങൾ പഠിച്ചു. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഉപകരണങ്ങളിൽ പ്രൈമറി മെമ്മറി നമ്മൾ പഠിച്ചു. യൂറോപ്യന്മാരുടെ വരവ് ഒരു ജസ്റ്റ് ഇൻട്രഡക്ഷൻ തന്നെയാണ്, കാരണം അടുത്ത ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പിന്നെ മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഇംഗ്ലീഷോ മാത്സോ ഒക്കെ ഉൾപ്പെടുത്താം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. താങ്ക്